LLB പഠിച്ചു കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തെല്ലാമാണ്, അതുപോലെ തന്നെ ലോ ആസ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ എയിം ചെയ്യേണ്ട പ്രധാനപ്പെട്ട എൻട്രൻസ് പരീക്ഷകൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ് ഇന്നത്തെ കരിയർ കണക്കിലെ ചോദ്യം. ചോദ്യകർത്താവിൻ്റെ ചോദ്യം പക്ഷേ വളരെ രസകരമാണ്. LLB പഠിച്ചു കഴിഞ്ഞാൽ വെറൊരു വക്കീലാവാൻ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത്. ഒറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ വെറൊരു വക്കീൽ പണി മാത്രമല്ല, ഒരുപാടധികം കരിയർ സാധ്യതകൾ ലോ ആസ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളെ, ലോ കഴിഞ്ഞ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് പോകാം. ലോ ആസ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ, ലോ ആണ് ലക്ഷ്യമെങ്കിൽ LLB കോഴ്സിലേക്കുള്ള പ്രധാനപ്പെട്ട എൻട്രൻസ് പരീക്ഷകളിൽ ഒന്നാണ് CLAT എന്നുള്ളത്, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്. കൺസോർഷ്യം ഓഫ് നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് ആണ് ഈ പറയുന്ന പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ലോ യൂണിവേഴ്സിറ്റികളിലേക്കെല്ലാം CLATൻ്റെ സ്കോർ പരിഗണിച്ചുകൊണ്ടാണ് അഡ്മിഷൻ നൽകി വരുന്നത്. അതിൽ NLU ഡൽഹി ഒഴികെ, നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഡൽഹിക്ക് ഒഴികെ ബാക്കിയുള്ള ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലേക്കും CLATൻ്റെ സ്കോറാണ് പരിഗണിക്കുന്നത്. NLU ഡൽഹി നേരിട്ട് ILET എന്ന് പറയുന്ന ഓൾ ഇന്ത്യ ലോ എൻട്രൻസ് എക്സാമിനേഷൻ വഴിയുമാണ് പ്രവേശനമായിട്ടുള്ളത്. പൂനെയിലുള്ള സിംബയോസിസ് ലോ സ്കൂളും നേരിട്ട് ഇൻഡിവിജ്വലായിട്ട് അവർ പ്രത്യേകമായിട്ടുള്ള എൻട്രൻസ് പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ 4 പ്രധാനപ്പെട്ട ഗവൺമെൻറ് ലോ കോളേജുകളുണ്ട്. തൃശ്ശൂർ, എറണാകുളം, കോഴിക്കോട്, ട്രിവാൻഡ്രം. ഇവിടങ്ങളിലേക്കുള്ള പ്രവേശനം CLEE വഴിയാണ്, കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ വഴിയാണ്. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഡിഗ്രി പ്ലസ് LLB എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. ഇനി ഏതെങ്കിലും ഡിഗ്രി ഹോൾഡർ ആയിട്ടുള്ള ആളാണെങ്കിൽ 3 വർഷത്തെ ഏതെങ്കിലും ഡിസിപ്ലിനിലുള്ള ഡിഗ്രി ആണെങ്കിൽ അവർക്ക് 3 വർഷത്തിലുള്ള LLB പ്രോഗ്രാമിലേക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. +2 കഴിഞ്ഞുള്ള വിദ്യാർത്ഥിക്കാണെങ്കിൽ BA, BBA, BCom തുടങ്ങിയിട്ടുള്ള വിവിധ ഡിസിപ്ലിനുകളിലും അവർക്ക് ഡിഗ്രി ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ ചോദ്യം, LLB കഴിഞ്ഞാൽ വക്കീൽ പണി മാത്രമാണോ ഉള്ളത്? വക്കീൽ പണി മാത്രമല്ല, LLB കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രാക്ടീസിങ് അഡ്വക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. അതിന് പ്രത്യേകമായിട്ട് ഓൾ ഇന്ത്യ ബാർ കൗൺസിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു പരീക്ഷ പാസ്സാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ റെസ്പെക്റ്റീവ് നമ്മുടെ സ്റ്റേറ്റിലുള്ള ബാർ കൗൺസിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ രജിസ്ട്രേഷൻ കഴിഞ്ഞവർക്ക് ഒരു അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇനി അതല്ല എങ്കിൽ വിവിധ മീഡിയ ഔട്ട്ലെറ്റ്സിൽ മീഡിയ ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ഇന്ന് വളരെ സ്കോപ്പുള്ള ഒരു ഫീൽഡ് തന്നെയാണ് അത്. മറ്റൊന്നുള്ളത്, വിവിധ പൊളിറ്റിക്കൽ ഫീൽഡുകളിലേക്ക് മാറുന്ന ആളുകൾ, LLB കഴിഞ്ഞിട്ടുള്ള ആളുകൾ നമുക്ക് കാണാൻ പറ്റും. LLB കഴിഞ്ഞ് LLMലേക്ക് പോകുന്ന ഒരുപാടധികം ആളുകളുണ്ട്. അക്കാഡമിക്സ് ഫീൽഡിൽ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടാണ് പ്രവർത്തിക്കാൻ താല്പര്യമെങ്കിൽ LLM നല്ലൊരു ഓപ്ഷനാണ്. ഇനി അതല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിൽ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പോകുന്ന ഒരുപാടധികം ആളുകളുണ്ട്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ലോ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഫീൽഡ് ഉണ്ട്. പ്രത്യേകിച്ച് കൊമേഴ്സ് സെക്ടറിലൊക്കെ അണ്ടർ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള CA കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ ഈ പറയുന്ന LLB കഴിഞ്ഞ് കോർപ്പറേറ്റ് ലോ എന്ന് പറയുന്ന സെക്ടർ ചൂസ് ചെയ്യാൻ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വിവിധ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ലോ കഴിഞ്ഞ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നുണ്ട്. ലോ ആസ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ നിർബന്ധമായിട്ടും ഷെയർ ചെയ്യുക. നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ താഴെയുള്ള നൽകിയിട്ടുള്ള ലിങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു കരിയർ കണക്ട് എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക്